സെക്കൻഡ് പാർട്ടിലെ മൂന്നാമത്തെ ചാപ്റ്റർ ലോകരാഷ്ട്രീയത്തിൽ അമേരിക്കൻ മേധാവിത്വം. സോവിയറ്റ് യൂണിയന്റെ അധപതനത്തെ തുടർന്നുള്ള, അതായത് സോവിയറ്റ് യൂണിയന്റെ 1991 സോവിയറ്റ് യൂണിയന്റെ അധപതനത്തെ തുടർന്ന് ഇല്ലാതായതിനെ തുടർന്ന് അമേരിക്ക ഉഗ്രപ്രതാപിയായി മാറി. അതായത് 1945 രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ അവസാനത്തിലാണ് എത്തി നിൽക്കുന്നത് ഈ അമേരിക്കയുടെ ആധിപത്യത്തിന്റെ ഉഗ്രപ്രതാപിയായി മാറുന്നത്. ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബിട്ട് രണ്ടാം ലോകമഹായുദ്ധത്തിന് ഔപചാരികമായി അന്ത്യം കുറിച്ചതോടുകൂടി തന്നെ അമേരിക്കയുടെ ഈ വളർച്ച അതിന്റെ മൂർധന്യത്തിലേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് ലോകത്തെ വിവിധ പ്രശ്നങ്ങളിൽ അമേരിക്ക ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ഇടപെട്ടു. അതിലൊന്നാണ് 1991 ഒന്നാം ഗൾഫ് യുദ്ധം. നമുക്കെല്ലാം അറിയാവുന്നതാണ്. എണ്ണ പ്രശ്നത്തെ ചൊല്ലി 1991 ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചപ്പോൾ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഐക്യരാഷ്ട്രസംഘടനയുടെ സേന കുവൈറ്റിൽ പ്രവേശിക്കുകയും ഇറാഖുമായി യുദ്ധം ചെയ്ത് കുവൈറ്റിനെ മോചിപ്പിക്കുകയും ചെയ്തു. ഇത് ഒന്നാം ഗൾഫ് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതോടുകൂടി ലോകത്ത് ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി അമേരിക്ക മാറി. ന്യൂ വേൾഡ് ഓർഡർ, നവലോകക്രമം എന്ന പേരിലാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. അമേരിക്കയുടെ മേൽക്കൈ വർദ്ധിപ്പിച്ച ഈ യുദ്ധത്തെ അമേരിക്ക വിശേഷിപ്പിച്ചത് നവലോകക്രമം എന്ന പേരിലാണ്. ആ നവലോകക്രമം എന്ന പേരിൽ ലോകരാജ്യങ്ങളുടെ മുൻനിരയിലേക്ക് കടന്നുവരാൻ അമേരിക്കയെ സഹായിച്ചത് ഒന്നാം ഗൾഫ് യുദ്ധമാണ് 1991. ഇതിന് പല സവിശേഷതകളുണ്ടായിരുന്നു. ഓപ്പറേഷൻ ഡെസേർട്ട് സ്റ്റോം എന്ന് പേരിട്ട് വിളിച്ച യുദ്ധത്തിൽ നമുക്കറിയാം 75% അമേരിക്കൻ സൈനികരായിരുന്നു. യുഎന്നിന്റെ സൈന്യം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഐക്യരാഷ്ട്രസംഘടന സൈന്യമായിരുന്നു പൂർണ്ണമായിട്ടൊന്നും. അതിലെ 75% സൈന്യവും അമേരിക്കക്കാരുടേതായിരുന്നു. ഈ യുദ്ധത്തിൽ ഏറെ സംഹാരശേഷിയുള്ള കുപ്രസിദ്ധമായ സ്മാർട്ട് ബോംബുകൾ ഉപയോഗിക്കപ്പെട്ടു, അല്ലെങ്കിൽ പരീക്ഷിക്കപ്പെട്ടു എന്നു മാത്രമല്ല ലോകം മുഴുവൻ ടിവിയിലൂടെ അത് സംപ്രേഷണം നടത്തി ആഘോഷിച്ചു. അതുകൊണ്ട് ഇതിനെ കമ്പ്യൂട്ടർ യുദ്ധമെന്നും വീഡിയോ ഗെയിമെന്നും ഒക്കെയാണ് വിശേഷിപ്പിക്കപ്പെട്ടത് ഒന്നാം ഗൾഫ് യുദ്ധത്തെ. ഈ യുദ്ധത്തിൽ വൻ സാമ്പത്തിക ലാഭം ഉണ്ടാക്കി അമേരിക്ക. യുദ്ധത്തിന് ചെലവായതിനേക്കാൾ ഏറെ പണം സൗദി അറേബ്യ, ജർമ്മനി, ജപ്പാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും അമേരിക്ക ഈടാക്കി. തുടർന്നാണ് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ വരുന്നത്. 1992 മുതൽ 96 വരെ അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ബിൽ ക്ലിന്റൺ കാലഘട്ടത്തെ ക്ലിന്റൺ യുഗം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ വിദേശ നയം അല്പം കൂടി മൃദുവായിരുന്നു. ശക്തമായ സൈനിക ഇടപെടലുകളേക്കാൾ അദ്ദേഹം കൂടുതൽ പ്രാധാന്യം നൽകിയത് ആഗോള വ്യാപാരത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും ജനാധിപത്യ സംരക്ഷണത്തിനും ഒക്കെ വേണ്ടിയിട്ടായിരുന്നു. ആഗോള വ്യാപാരം മെച്ചപ്പെടുത്തുക, കാലാവസ്ഥാ വ്യതിയാനത്തിന് പഠനം നടത്തിയതിനു വേണ്ട പരിഹാര മാർഗങ്ങൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ ജനാധിപത്യം സംരക്ഷിക്കുക എന്നീ കാര്യങ്ങൾക്ക് വേണ്ടി ആണ് പ്രാധാന്യം ബിൽ ക്ലിന്റൺ നൽകിയത് എന്ന് കരുതി ബിൽ ക്ലിന്റന്റെ കാലയളവിലും ചില സൈനിക ഇടപെടൽ ലോകത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ അമേരിക്ക നടത്തി. അതിലൊന്നാണ് 1999 യുഗോസ്ലോവിയക്കെതിരെ നാറ്റോ രാജ്യങ്ങളിലെ വ്യോമസേനകൾ 2 മാസത്തോളം ബോംബുകൾ വർഷിച്ചത്. അങ്ങനെ യുഗോസ്ലോവിയൻ ഭരണകൂടം അട്ടിമറിക്കപ്പെടുകയും കൊസോവോവിൽ നാറ്റോ സഖ്യം തമ്പടിക്കുകയും ചെയ്യും. അങ്ങനെ കൊസോവോയിൽ ഈ പറയുന്ന അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോ സഖ്യം തമ്പടിച്ചിട്ട് യുഗോസ്ലോവിയ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആധിപത്യം സ്ഥാപിച്ചു. അതുപോലെ 1998 ടാൻസാനിയയിലും ബിൽ ക്ലിന്റന്റെ കാലഘട്ടത്തിൽ സൈനിക ഇടപെടലുകൾ ഉണ്ടാവുകയുണ്ടായി. നെയ്റോബി, കെനിയ തുടങ്ങിയ രാജ്യങ്ങളിലും US എംബസികളുടെ നേരെ അൽഖ്വയ്ദ നടത്തിയ ഇതെന്ന് കരുതുന്ന അക്രമങ്ങൾക്കെതിരെയും
ഒക്കെ ബില്ലാദ്, അൽ ഖ്വയ്ദ തീവ്രവാദിയായി നേതാവായിരുന്ന താലിബാനും ഒക്കെ എതിരെ ഉള്ള നീക്കത്തിന് തുടർന്ന് ബിൽ ക്ലിന്റൺ ഉത്തരവിട്ടു. മൃദു സ്വഭാവവും നയവും ഉള്ള ആളായിരുന്നെങ്കിൽ അദ്ദേഹം ഇത്തരം സൈനിക നടപടികൾക്ക് മുതിർന്നിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അൽ ഖ്വയ്ദ നേതാവിനെതിരെ ഉള്ള താലിബാനെതിരെ അദ്ദേഹം നടത്തിയ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ച് എന്നാണ്. ഓപ്പറേഷൻ ഇൻഫിനിറ്റ് റീച്ച്. അതുപോലെ തന്നെ ഭീകരപ്രവർത്തനങ്ങളുടെ കേന്ദ്രമായിരുന്ന സുഡാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ അമേരിക്ക മിസൈലുകൾ പ്രയോഗിക്കുകയുണ്ടായി. ഇതേ തുടർന്ന് ഭീകരവാദികൾ അമേരിക്കയ്ക്ക് തിരിച്ചടി നൽകി. നിങ്ങൾക്കറിയാം പ്രശസ്തമായ 9/11 എന്ന് പറയുന്നത് 2001 സെപ്റ്റംബർ 11 ആയതുകൊണ്ടാണ്. സെപ്റ്റംബർ തീയതി 11 അതിന് 9/11 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 2011 സെപ്റ്റംബർ 11 അമേരിക്ക അക്ഷരാർത്ഥത്തിൽ നടുക്കിക്കൊണ്ട് ഭീകരവാദികൾ അമേരിക്കയുടെ 4 വിമാനങ്ങൾ വാണിജ്യ വിമാനങ്ങൾ റാഞ്ചിയെടുത്ത് അമേരിക്കയുടെ തന്ത്രപ്രാധാന്യമുള്ള കെട്ടിട സമുച്ചയങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണം നടത്തി. ഈ ആക്രമണത്തിൽ അമേരിക്കയുടെ വാണിജ്യ സ്ഥിരാകേന്ദ്രം എന്നറിയപ്പെടുന്ന വേൾഡ് ട്രേഡ് സെന്ററിന്റെ തെക്കും വടക്കുമുള്ള 2 കൂറ്റൻ ടവറുകൾ തകർക്കപ്പെട്ടു. ലോകം തന്നെ ഞെട്ടിപ്പോയി ഈ സംഭവത്തിൽ. ഈ സംഭവത്തെ 9/11 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബിൽ ക്ലിന്റണിന് ശേഷം അധികാരത്തിൽ വന്ന ജോർജ് ബുഷ് ശക്തമായ നടപടികളാണ് തുടർന്നത്. ശക്തമായിട്ടാണ് പ്രതികരിച്ചത്. ബുഷ് ആഗോള ഭീകരതയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ആ യുദ്ധത്തിന്റെ പേര്, ആ പ്രഖ്യാപിച്ച നയത്തിന്റെ പേര് ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം. ആഗോള ഭീകരതയ്ക്കെതിരെ പ്രഖ്യാപിച്ച ജോർജ് ബുഷിന്റെ കാലഘട്ടത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട യുദ്ധമാണ് ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം നയമാണ്. താലിബാനും അൽ ഖ്വയ്ദയ്ക്കുമെതിരെ ആക്രമണം ശക്തിപ്പെടുത്തി. അഫ്ഗാനിസ്ഥാനെ ആക്രമിച്ചു. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഗവൺമെന്റിനെ അട്ടിമറിച്ചു. എന്നിട്ട് അവിടെ അമേരിക്കയുടെ ഒരു പപ്പറ്റ് ഗവൺമെന്റിനെ, പാവ ഗവൺമെന്റിനെ സ്ഥാപിച്ചു. പക്ഷെ നാളിതുവരെ അഫ്ഗാനിസ്ഥാനിലെ ഭീകരപ്രവർത്തനം പൂർണ്ണമായി ഇല്ലാതെയാക്കാൻ ആർക്ക് കഴിഞ്ഞിട്ടില്ല? അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഭീകരവാദത്തിന്റെ പേരിൽ ലോകത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നേരിട്ട് അമേരിക്ക ഇടപെട്ടു. പലരെയും ഭീകരരെന്ന് മുദ്രകുത്തി അറസ്റ്റ് ചെയ്ത് തടവിലാക്കി. ദേശീയ തുറങ്കലിലടച്ച് ക്രൂരമായി പീഡിപ്പിച്ചു, കൊന്നു. അത്തരത്തിലൊരു ജയിലാണ് ക്യൂബയ്ക്ക് അടുത്തുള്ള ഗോണ്ട്വാനാമോ ജയില്. ക്യൂബയുടെ തൊട്ടടുത്തുള്ള ഗോണ്ട്വാനാമോ ജയിൽ അത്തരത്തിൽപ്പെട്ട ഭീകരവാദികളെ അടയ്ക്കുന്നതിന് വേണ്ടി ഉള്ള രഹസ്യ ജയിലാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം 2003 ഇറാഖിൽ അധിനിവേശം നടത്തി. സർവനാശം വിതയ്ക്കാൻ ശേഷിയുള്ള മാരകമായ ആണവായുധങ്ങൾ, മറ്റു തരത്തിലുള്ള ആയുധങ്ങളും ഇറാഖ് ശേഖരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, നിർമ്മിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് സഖ്യരാജ്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം എന്ന പേരിൽ 2003 അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചു. ഓപ്പറേഷൻ ഇറാഖി ഫ്രീഡം 2003 മാർച്ച് 19 അമേരിക്കയ്ക്കൊപ്പം 40ഓളം രാജ്യങ്ങൾ ഈ ആക്രമണത്തിൽ പങ്കെടുത്തു. ഈ ആക്രമണത്തിൽ 50,000-ൽ പരം ഇറാഖികൾ കൊല്ലപ്പെട്ടു. സദ്ദാമിനെ അറസ്റ്റ് ചെയ്ത് അടങ്കിലാക്കി പിന്നീട് തൂക്കിക്കൊന്നു. എന്നാൽ ഈ പറഞ്ഞ സർവനാശം വിതയ്ക്കുന്ന ആയുധങ്ങൾ ഇറാഖ് നിർമ്മിക്കുന്നു പറഞ്ഞു ഒന്നുപോലും കണ്ടെടുക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതിലുപരി 3000-ഓളം അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു ഈ യുദ്ധത്തിൽ. അമേരിക്കയ്ക്ക് ഇറാഖിന് മേലുണ്ടായിരുന്ന കണ്ണ് എന്ന് പറയുന്നത് ഈ ആയുധങ്ങളായിരുന്നില്ല. അതൊരു പേരിന് മാത്രം ഉണ്ടാക്കിയതാണ്. ഇറാഖിന്റെ അളവറ്റ എണ്ണ സമ്പത്തായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം. അതിന് തങ്ങൾക്ക് ഏറാൻ മൂളികളായിട്ടുള്ള ഒരു ഭരണകൂടത്തെ സൃഷ്ടിക്കുക എന്നതായിരുന്നു ഇറാഖിന്റെ ലക്ഷ്യം. അങ്ങനെ ലോകത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ സർവാധിപത്യം അമേരിക്ക സ്ഥാപിച്ചു.
ഈ അമേരിക്കൻ ആധിപത്യത്തിന്റെ സ്വഭാവം നമ്മുടെ ഈ വ്യക്തികൾ, സമൂഹങ്ങൾ, ഭരണകൂടങ്ങൾ എന്നിവയെല്ലാം അധികാരം കിട്ടാനോ അത് നിലനിർത്താനും വേണ്ടി ഏറെ താല്പര്യമെടുക്കും. അങ്ങനെയുള്ളൊരു കാലഘട്ടമാണിത്. എന്നാൽ ആ ആധിപത്യം എങ്ങനെ നിലനിർത്തുന്നു, എങ്ങനെ സ്ഥാപിക്കുന്നു എന്നുള്ളത് സങ്കീർണമായൊരു കാര്യമാണ്. ആധിപത്യം സ്ഥാപിക്കുന്നത് പലപ്പോഴും എന്തിനു വേണ്ടിയിട്ടാ? അധികാരവും സമ്പത്തും ഒക്കെ നേടാനും നേടിയെടുത്തവ നിലനിർത്താനും കവരാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി സമ്പദ് ശക്തിയെയും സൈനിക ശക്തിയെയും രാഷ്ട്രീയ ശക്തിയെയും സാംസ്കാരിക ശക്തിയെയും ഒക്കെ ഉപയോഗിക്കുന്ന രീതിയാണ് നമുക്ക് അമേരിക്കയിൽ നിന്നും കാണാൻ കഴിയുന്നത്. ലോകരാഷ്ട്രം അമേരിക്കയുടെ നേതൃത്വത്തിൽ ഏകധ്രുവ ലോകത്തിലേക്ക് പോയപ്പോ അമേരിക്കൻ ആധിപത്യത്തിന് അത് വഴിതെളിച്ചു. ലോകത്ത് ആധിപത്യം എന്നുള്ളതിന് വിവിധ തലങ്ങളുണ്ട്. ആധിപത്യം മാരക ശക്തി എന്നുള്ള നിലയിൽ, ഘടനാപരമായ ശക്തി എന്നുള്ള നിലയിൽ, മൃദുല ശക്തി എന്നുള്ള നിലയിൽ 3 രീതിയിലാണ് അമേരിക്ക ലോകരാജ്യങ്ങളുടെ മേലെ ആധിപത്യം സ്ഥാപിച്ചത്. അതിൽ മാരക ശക്തി എന്നുള്ള നിലയിലുള്ള ആധിപത്യം എങ്ങനെയാണ് എന്ന് നോക്കാം. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനു മേൽ സൈനിക ശക്തി ഉപയോഗിച്ച് ആധിപത്യം സ്ഥാപിക്കുന്നതിനെയാണ് മാരക ശക്തി, അടിച്ചേൽപ്പിക്കൽ, കീഴടക്കി അടിച്ചേൽപ്പിക്കൽ. അതിനെയാണ് മാരക ശക്തി എന്ന പേരിലുള്ള ആധിപത്യ സ്ഥാപനം. അമേരിക്ക പല രാജ്യങ്ങളിലും അതാണ് നടപ്പിലാക്കിയത്, മാരക ശക്തി എന്നുള്ള നിലയിലാണ്. എന്നാൽ ഘടനാപരമായ ശക്തി എന്നുള്ള നിലയിലാകുമ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തികമായ സഹായത്തിലൂടെയാണ്. നമുക്കൊരു ലോക സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ മേഖലകളിൽ നിന്ന് അമേരിക്കയുടെ സാന്നിധ്യം വളരെ ശക്തമാണ്. അതായത് ലോക സമ്പദ് വ്യവസ്ഥയിൽ അമേരിക്കൻ വിഹിതം 28%, ലോക വ്യാപാരത്തില് 15% അമേരിക്കയാണ്. ലോകത്തെ നമ്പർ 1 കമ്പനികൾ എടുത്താൽ അവയിൽ ആദ്യത്തെ 3 ഒരെണ്ണം എങ്കിലും അമേരിക്കയുടേതായിട്ടുണ്ടാവും. അത് മാത്രമല്ല, ലോകബാങ്ക്, IMF, IBRD, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ തുടങ്ങിയവയെല്ലാം അമേരിക്കയുടെ സ്വാധീനത്തിലാണ്. ഏറ്റവും കൂടുതൽ ഇവിടേക്ക് സംഭാവന നൽകുന്നത് അമേരിക്കയാണ്. അമേരിക്കയുടെ പണമാണ് ഏറെയും അതിലേക്കുള്ളത്. ആ പണം കടം കൊടുക്കപ്പെടുന്ന രാജ്യങ്ങളിലും അമേരിക്ക കടന്നു കയറുന്നു, അമേരിക്കൻ മേധാവിത്വം ഉണ്ടാവുന്നു. അന്തർദേശീയ സംഘടനകളെ ഉപയോഗപ്പെടുത്തി ഇത്തരത്തിൽ സാമ്പത്തികമായി അമേരിക്ക നടത്തുന്ന മേധാവിത്വത്തെയാണ് ഘടനാപരമായ ശക്തി എന്ന നിലയിലുള്ള മേധാവിത്വം എന്ന് പറയുന്നത്. സൈനിക ശക്തി ഉപയോഗിച്ചുള്ള മേധാവിത്വത്തെ മാരക ശക്തി ഉപയോഗിച്ചുള്ള മേധാവിത്വമെന്നും സാമ്പത്തിക ശക്തി ഉപയോഗിച്ചുള്ള മേധാവിത്വത്തെ ഘടനാപരമായ ശക്തി ഉപയോഗിച്ചുള്ള മേധാവിത്വമെന്നും പറയും. എന്നാൽ ചില അവസരങ്ങളിൽ അമേരിക്ക ആധിപത്യം സ്ഥാപിക്കുന്നത് മൃദുല ശക്തി എന്നുള്ള നിലയിലാണ്. എന്നുവെച്ചാൽ ആശയപരമായും സാംസ്കാരികമായും. അതായത് മറ്റു രാജ്യങ്ങൾ അമേരിക്കയെ അനുകരിക്കുക എന്ന അർത്ഥത്തിൽ. എന്നുവെച്ചാൽ അമേരിക്കൻ മൂല്യങ്ങൾ, സംസ്കാരവും ഒക്കെ മെച്ചപ്പെട്ടതാണെന്നും അവയെ നിങ്ങൾ പിന്തുടരണമെന്നും എന്ന രീതിയിലുള്ള ആധിപത്യം, സാംസ്കാരിക ആധിപത്യം, ബലം പ്രയോഗിക്കാതെ തന്നെ മൃദുവായ ശക്തിയായി നിലനിന്നുകൊണ്ട്, അതായത് അമേരിക്കയുടെ ജീവിത രീതി, വസ്ത്രധാരണ രീതി, വ്യക്തിഗത വിജയം ഇവയൊക്കെ മെച്ചപ്പെട്ടതാണെന്നും തങ്ങളാണ് ലോകത്തിൽ ഒന്നാമത്തേതെന്നും ഒക്കെ വരുത്തി തീർത്തുകൊണ്ട് അത് ആ ആശയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് രാജ്യത്തിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതാണ് മൃദുല ശക്തി എന്നുള്ള നിലയിലുള്ള അമേരിക്കൻ ആധിപത്യം. ഇങ്ങനെ 3 രീതിയിലാണ് അമേരിക്ക ലോകരാജ്യങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചത്. ഇന്ത്യക്ക് അമേരിക്കയുമായിട്ടുള്ള ബന്ധം എന്താ? നമുക്കറിയാം, സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് മുമ്പ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അത്ര മെച്ചപ്പെട്ടതായിരുന്നില്ല. കാരണം സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധമാണ് അതിന് പ്രധാനപ്പെട്ട ഘടകം. എന്നാൽ സോവിയറ്റ് യൂണിയന്റെ അധപതനത്തെ തുടർന്ന് ലോകക്രമത്തോട് പൊരുത്തപ്പെടുന്നതിന്റെ ഭാഗമായി ഇന്ത്യ കൂടുതൽ ആരുമായി അടുത്തു? അമേരിക്കയുമായിട്ട് അടുത്തു. നൂതന സമ്പദ് ക്രമവും ഉദാരവൽക്കരണവും ഒക്കെ വന്നതോടുകൂടി അമേരിക്കയുമായി കൂടുതൽ മെച്ചപ്പെട്ട ബന്ധത്തിലേക്ക് പോയി. അടുത്ത കാലത്തായി അമേരിക്കയുമായിട്ട് ഇന്ത്യ മെച്ചപ്പെട്ട ബന്ധത്തിലാണ്. ഒന്ന് സാങ്കേതികമായ രംഗത്തുള്ള ബന്ധം, മറ്റൊന്ന് ഇന്ത്യയിലെ പ്രവാസികളുടെ പങ്കാളിത്തത്തിലുള്ള ബന്ധം. ഈ 2 ബന്ധം ഇന്ത്യയിൽ നിന്നുള്ള സോഫ്റ്റ്വെയറിന്റെ കയറ്റുമതിയിലെ 65% അമേരിക്കയിലേക്കാണ്. അമേരിക്കയാണ് കൈപ്പറ്റുന്നത്. അമേരിക്കൻ വിമാന കമ്പനികളുടെ 35% സ്റ്റാഫും ഇന്ത്യൻ വംശജരാണ്. അമേരിക്കയിലെ സിലിക്കൺ വാലിയിൽ ഏതാണ്ട് 3 ലക്ഷത്തോളം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അമേരിക്കയിലും പുറത്തുമായി 15% സാങ്കേതിക വിദഗ്ധർ ഇന്ത്യക്കാരാണ് അമേരിക്കയുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സമകാലിക ബന്ധം മെച്ചപ്പെട്ടതിന്റെ തെളിവുകളാണ്. ആഗോള ആധിപത്യത്തിന്റെ കാലഘട്ടത്തിൽ അമേരിക്കയുമായി അകന്നു കഴിയുന്നതിൽ അർത്ഥമില്ല എന്ന നയമാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്.
എന്നാലും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതും വിമർശിക്കപ്പെടുന്നതുമാണ്. ഈ അമേരിക്കൻ ആധിപത്യത്തെ ലോകത്തിന് എങ്ങനെ മറികടക്കാം എന്ന് ചോദിച്ചാൽ അത് മറികടക്കാൻ കഴിയുന്ന 2-3 രാജ്യങ്ങളെ നമ്മുടെ ലോകത്തുള്ള ഇന്ത്യ, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളാണ്. അവിടെ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു വിഭാഗം പറയുന്നത് ആധിപത്യം സൃഷ്ടിക്കുന്ന അവസരങ്ങളുടെ നേട്ടത്തെ മുതലെടുത്തുകൊണ്ട് അമേരിക്കൻ ആധിപത്യത്തെ കുറയ്ക്കാൻ കഴിയും. രണ്ടാമതായി, മേധാവിത്വ ശക്തിയെ കേവലമായി എതിർക്കുന്നതിന് പകരം അതിന്റെ നേട്ടങ്ങളെ ആ വ്യവസ്ഥയ്ക്കകത്തു നിന്നുകൊണ്ട് പരമാവധി നേടിയെടുക്കാൻ ശ്രമിക്കുക. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഈ വ്യവസ്ഥയിലൂടെ വളർന്നു വരുന്ന അവസരങ്ങളെ പരമാവധി അമേരിക്ക മുതലെടുക്കാതെ നമ്മൾ മുതലെടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സമീപനത്തെ വാൻഡ്വാഗൻ എന്നാണ് വിളിക്കുന്നത്. എന്താണ് വാൻഡ്വാഗൻ? അമേരിക്ക സൃഷ്ടിക്കുന്ന അവസരത്തെ, നേട്ടങ്ങളെയും മുതലെടുക്കുക എന്നതാണ് ഇതിന്റെ അടിസ്ഥാനം. അതായത് മേധാവിത്വ ശക്തിയെ കേവലമായി എതിർക്കുന്നതിന് പകരം, അവർ പറയുന്നതിനെ കേവലമായി എതിർക്കുന്നതിന് പകരം അതിന്റെ നേട്ടങ്ങളെ ആ വ്യവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ട് തന്നെ പരമാവധി നേടിയെടുക്കുക. അതിനെയാണ് വാൻഡ്വാഗൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ നയത്തെയാണ്. എന്ന് വെച്ചാൽ സാധ്യമായിടത്തോളം പ്രത്യയശാസ്ത്രത്തിൽ നിന്നും അകന്നു നിൽക്കുക, ആധിപത്യത്തിൽ നിന്ന് അകന്നു നിൽക്കുക. അതായത് ഹൈഡ് എന്നൊരു തന്ത്രവും രാഷ്ട്രങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. ഒക്കുന്നിടത്തോളം അവരുടെ കക്ഷത്തിൽ തലകൊണ്ട് വെച്ചു കൊടുക്കാതിരിക്കുക. പിന്നെ ആ വ്യവസ്ഥയോടുണ്ടാകുന്ന നേട്ടങ്ങൾ പരമാവധി മുതലെടുക്കുക. മറ്റു പലരും പറയുന്നത് അമേരിക്കയെ ആരും എതിർക്കണമെന്നില്ല, തനിയെ ഇത് തകരുമെന്നാണ്. അതായത് സർക്കാർ ഇതര സംഘടനകളുടെ കൂട്ടായ്മ, പൊതുപ്രവർത്തകർ, പൊതുജന അഭിപ്രായം, മാധ്യമങ്ങൾ, ബുദ്ധിജീവികൾ, എഴുത്തുകാര്, പൊതുജനാഭിപ്രായം അടങ്ങുന്ന പൊതുമണ്ഡലം അമേരിക്കയ്ക്ക് എതിരെ പ്രതിരോധങ്ങൾ തീർക്കുന്നുണ്ട്. ഇന്ന് ലോകമെമ്പാടും അമേരിക്കൻ ആധിപത്യത്തിനെതിരെ. ലോകം തന്നെ ഒരു ഗ്രാമമായി വളരണം, ആഗോള ഗ്രാമം എന്ന തലത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അമേരിക്കൻ ആധിപത്യം കാലക്രമത്തിൽ സ്വയം ഇല്ലാതെയാകും എന്ന ഒരു വാദഗതിക്കാരും ലോകത്തുണ്ട്. ഇത്രയുമാണ് നമുക്ക് ഇതിലെ 3-ാമത്തെ ചാപ്റ്ററിൽ കേൾക്കാനുള്ളത്. അടുത്ത ചാപ്റ്റർ അധികാരത്തിന്റെ ബദൽ കേന്ദ്രങ്ങൾ എന്നുള്ളതാണ്. അധികാരത്തിന്റെ ബദൽ കേന്ദ്രങ്ങൾ അത് നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ, ചാപ്റ്റർ 4